കോമ്പറ്റീഷൻ ഒന്നുമില്ലല്ലോ, അങ്ങ് ഇട്ടങ്ങ് ഒരു ഓണാഘോഷം. അപ്പം എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ കുറെ കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ എന്റെ വൈഫ് വന്നതിന് ശേഷമാണ് ഇത്ര നല്ലൊരു ഓണസദ്യ. ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടിട്ടാണ്, ക്ഷമിക്കണം. ഇവിടുത്തെ ഒരു യൂട്യൂബ് ബ്ലോഗർ ആണ്. ആ ചാനലിന്റെ പേര് ഏത് ആംഗിളിലൂടെ നോക്കിയിട്ടുണ്ടെങ്കിലും വളരെ ക്ലിയർ ആൻഡ് എവിഡന്റ് ആയിട്ട് ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ സംഭവബഹുലമായ ഓണാഘോഷം നമ്മൾ വീട്ടിൽ ഓണസദ്യ ഉണ്ടാക്കി അവസാനിപ്പിക്കുകയാണ്. വലിയ പരിപാടിയൊന്നുമില്ല, നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി സന്തോഷമായിട്ടൊരു ഓണാഘോഷം. അപ്പം എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ കുറേ കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിക്കാത്തടുത്ത് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ഷാർസ്. അപ്പൊ നമ്മുടെ ഓണ ആഘോഷത്തിന്റെ ഓണപ്പൂക്കൾ ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉള്ള പൂക്കൾ വെച്ചിട്ട് ചെറുതായിട്ടൊരു പൂക്കളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ പരിപാടികളൊന്നുമില്ല, പക്ഷെ നട്ടുച്ചക്കാണെങ്കിൽ ഓണപ്പൂക്കൾ ഇടുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഇട്ടിട്ട് വേണം ഞങ്ങൾക്ക് ഇനി ഓണസദ്യ കഴിക്കാനായിട്ട്. അപ്പൊ എന്തായാലും ഇവിടെ കാനഡയിൽ വന്നിട്ട് സത്യം പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു 4-5 ഓണം ഒരു വർഷം തന്നെ ആഘോഷിക്കുന്നത്. നിങ്ങൾ ഇതിന് കഴിഞ്ഞ വർഷമൊക്കെ ഇതുപോലെ തന്നെയായിരുന്നു? അല്ല, കഴിഞ്ഞ വർഷമൊക്കെ എനിക്കൊന്ന് കഴിഞ്ഞ വർഷത്തേക്കാളും കൂടുതൽ ഈ പ്രാവശ്യം ആണോ? ഓണം ഞാൻ വന്നത് കാനഡ ആഘോഷിക്കുന്നത്. എന്നാ എത്ര ഓണം പരിപാടിയാണെന്നറിയോ ഇവിടെ നാട്ടിലൊക്കെ? ഒരു ഓണം അല്ലെങ്കിൽ ഉത്രാടം കഴിഞ്ഞിട്ട് ഓണം തീർന്നു. ഇവിടെ ഇനിയും അടുത്ത ആഴ്ച എല്ലാം ഓണപരിപാടിയാണ്. അകത്ത് കുറച്ച് നേരം ഇരിപ്പുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഓണവിശേഷങ്ങൾ. അപ്പൊ ഇനി സദ്യ കഴിക്കുമ്പോൾ നമുക്ക് കാണാം അല്ലെ? ശില്പ എന്താണ് പറയാനുള്ളത്? ശില്പ സുന്ദരം കൊണ്ടുവരണോ അതോ ഓണപ്പൂക്കൾ ഇടാൻ പോവാണോ? അടുത്ത പരിപാടി അടുത്ത ടാസ്ക്. ജെറിഷേ നിനക്കൊന്നും പറയാനില്ല? അപ്പൊ നമ്മുടെ ഓണപ്പൂക്കൾ റെഡി ആയിട്ടുണ്ട്. ജെറിസ് രാവും ഉറക്കമില്ലാണ്ട് ഇരുന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഓണപ്പൂക്കളാണ്. എടാ ഇത്രയും കഷ്ടപ്പാട് നീ എങ്ങനെ സഹിക്കുന്നുണ്ടോ ഒരു ഓണപ്പൂക്കൾ ഇടാനായിട്ട്? നന്നായിട്ടില്ലേ? നന്നായിട്ടുണ്ട്, തീർച്ചയായിട്ടും. ഇത് പ്രശംസനീയമാണ് നിന്റെ ഈ കഴിവ്. കേട്ടോ. അപ്പൊ നമ്മുടെ ഓണപ്പൂക്കളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മള് സദ്യയിലോട്ട് കിടക്കാൻ പോവാണ്. എന്റെ കൈപ്പുണ്യം ആദ്യമായിട്ട് ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് വേണം. അപ്പൊ കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്കിനി ബാക്കി പറയാം അല്ലേ? അപ്പൊ എന്തായാലും ഒരു ഹാപ്പി ഓണം പറയാം. ഒരു പൂക്കളത്തിന്റെ അടുത്തൊക്കെ ഇരിക്കാലോ. ഒരു ഹാപ്പി ഓണെങ്കിലും പറയണ. ഹാപ്പി ഓണം. നമ്മളെല്ലാം ഓണസദ്യ കടയിൽ നിന്ന് ഓർഡർ ചെയ്ത് കഴിച്ചത്. പക്ഷെ ഇത് മാത്രമാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കി കഴിച്ചൊരു ഓണസദ്യ. തീർച്ചയായിട്ടും ഷാർ ടീച്ചർ എല്ലാം കൈപ്പണ്ടി നമ്മുടെ അടിപൊളി കറികളല്ല, നല്ല അടിപൊളിയായിട്ടുണ്ട് എല്ലാ കറികളും. പ്രത്യേകിച്ച് പരിപ്പ് കറിയും പിന്നെ നെയ്യൊക്കെ കൂട്ടി കഴിച്ച് നല്ല അടിപൊളിയായിരുന്നു. ഓണം ഗിഫ്റ്റ്സ് നീ കഴിക്കുന്ന സദ്യയിൽ എത്ര ഐറ്റംസ് ഉണ്ട്? അതെ അതെ അതെ, ഇതിൽ എത്ര ഐറ്റംസ് ഉണ്ടെന്ന് നമ്മൾ ഇതുവരെ എണ്ണിയില്ലടാ. 10 അല്ല, എന്തായാലും 15 ആയിട്ടാ. എടാ ഞാൻ ഒറ്റക്ക് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയാടാ. അറ്റ്ലീസ്റ്റ് ആ എണ്ണെങ്കിലും എടുക്കടാ. ഉപ്പും ചോറും ഒരു ഐറ്റം തന്നെയായിട്ട്. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ടാസ്ക് ആയിട്ട് നമുക്ക് ഓണസദ്യ എണ്ണി നോക്കാം. എന്താ കഴിക്കാത്തവരല്ലേ ഉണ്ട്? ഒരു മിനിറ്റ്. ആ ഇച്ചാന്ന് എനിക്ക് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23. 2 തരം പായസം. 2 തരം പായസം കുടിക്കാൻ വെള്ളം. ഓക്കെ, അടിപൊളി. ഇത് മൊത്തം ഉണ്ടാക്കിയ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഉറങ്ങാത്ത അതിനകത്ത് ഒരു കാര്യം മറന്നുപോയി, സാമ്പാർ ഒഴിച്ചിട്ടില്ല. സാമ്പാർ വേറെ അഡീഷണൽ ആയിട്ട് വരുന്നു. പരിപ്പ് കറി
സാമ്പാർ എക്സ്ട്രാ വരും. അപ്പൊ ശരിക്കുള്ള ലിസ്റ്റ് കിട്ടിയിട്ടില്ലേ? അല്ല, സാമ്പാർ 24 ഒന്ന് 25. തമാശ പറഞ്ഞല്ല, ഞാൻ തമാശ പറഞ്ഞ പല ഓണം കൂടിയിട്ടുണ്ട്. പക്ഷെ ശാലിതേച്ചി വന്നതിന് ശേഷമാണ് ഇപ്പൊ ആദ്യമായിട്ട് ഇത്രയും നല്ലൊരു ഓണസദ്യയും ഭക്ഷണവും അവിടെ കാണിക്കും. അവര് രണ്ട് പറഞ്ഞാണ് എൽദോസേന് ഏറ്റവും നല്ല ഭക്ഷണവും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ശാലിതേച്ചി വന്ന പിന്നെ. ഈ ഓണസദ്യ ഞാൻ 4 വർഷമായില്ലേ കാനഡയിൽ വന്നിട്ട്. പക്ഷെ എന്റെ വൈഫ് വന്നതിന് ശേഷമാണ് ഇത്ര നല്ലൊരു ഓണസദ്യ. അതാണ് അപ്പൊ ക്യാമറ ഇങ്ങോട്ട് തിരിച്ചോളൂ. ക്യാമറയും കൂടെ ചേരട്ടെ. ഓണസദ്യയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫുഡ് കഴിഞ്ഞ് ഒരു 3/4 മണിക്കൂർ തൊഴയാനുള്ളതാണ്. നോർത്തേൺ സ്ട്രൈക്കേഴ്സിന്റെ വള്ളംകളി ടീമിന്റെ ലാസ്റ്റ് പ്രാക്ടീസ് നാളെ ഫൈനൽസ്. അതെ അതെ. അത് കേരളത്തിൽ പോലും ഇല്ല. കാരണം കേരളത്തിലും വള്ളംകളി ഓണത്തിനെക്കാട്ടിലും ഒരു 10 ദിവസം മുന്നേ ആണ്. ഓണസദ്യ കൊണ്ടിട്ട് ആരും തൊഴയാൻ പോകുന്നത്. കാനഡ ടൊറോണ്ടോയിൽ നമ്മള് ടൊറോണ്ടോയുടെ മാത്രം പ്രത്യേകതയാണ്. 3:15 4 മണിക്ക് നമ്മൾ തൊഴയാൻ പോകുന്നു. അപ്പൊ നമ്മുടെ ഓണാഘോഷ പരിപാടിയൊക്കെ ഇന്നലെ വീട്ടിൽ കഴിഞ്ഞു. ഇന്നിപ്പോൾ നമ്മൾ ബോട്ട് റേസിന് വന്നേക്കാണ്, ഫൈനൽ ബോട്ട് റേസിന് വന്നേക്കാണ്. വെതറിന്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ കാരണം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് നടത്താൻ പറ്റിയിട്ടില്ലായിരുന്നു. അതിന്റെ കംപ്ലീറ്റ് വീഡിയോ ഒരു വ്ളോഗായിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്, കാനഡയിലെ നെഹ്റു ട്രോഫി വള്ളംകളി. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കാണണം, ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ എന്താ പറയുക, ഈ വർഷത്തെ ഓണാഘോഷം നമ്മുടെ ഈ പരിപാടിയോടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്നലെ വീട്ടിൽ നമ്മൾ ഓണം ആഘോഷിച്ചു. എന്നെക്കൊണ്ട് പറ്റിയ വിധത്തിൽ ഓരോന്നൊക്കെ ഉണ്ടാക്കി. മമ്മി പറഞ്ഞു തന്ന കുറേ രസക്കൂട്ടുകളും എല്ലാം കൂടി ചേർത്ത് എല്ലാം ഉണ്ടാക്കി. എല്ലാവരും കൂടി ഒരുപാട് സന്തോഷം. എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുന്നത് ഒരു സന്തോഷമാണ്. അതിനേക്കാൾ ഏറെ സന്തോഷമാണ് നമ്മൾ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കിയത് എല്ലാവരും കൂടി ചേർന്നിരുന്ന് കഴിക്കുന്നത്. അപ്പോൾ ആ ഒരു ചെറിയ സന്തോഷത്തിൽ നിങ്ങളും കൂടി പങ്കുചേർന്നതിൽ അതിലേറെ സന്തോഷമുണ്ട്. അപ്പോൾ ഇനി നമ്മളുടെ ബോട്ട് റേസിൻ്റെ ഫൈനലാണ്. റിസൾട്ട് വരുമ്പോഴത്തേക്ക് കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ ഇനി നമ്മൾ ബോട്ട് റേസിലോട്ട് പോവുകയാണ് കേട്ടോ. വേറെ കാര്യം, ഇതിനകത്ത് നമ്മളെ തോൽപ്പിക്കാൻ നമുക്കേ പറ്റും. വേറെ ഒരു കാരണവശാലും നമ്മൾ തോക്കൂല. അത്രയും സ്ട്രോങ് ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് 2 തവണ നമ്മൾ ജസ്റ്റ് ഇഞ്ച് ഡിഫറൻസിനാണ് നഷ്ടപ്പെടുത്തിയത്. സോ ദിസ് ടൈം വി നീഡ് ടു വിൻ ദിസ്. നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവല്ല വരുന്നത്. വി ആർ ഹിയർ ടു വിൻ ദിസ്. ഓക്കെ, അങ്ങനെ നമ്മുടെ ബോട്ട് റേസ് കഴിഞ്ഞു. ഫൈനൽ റിസൾട്ട് ഇതാണ്. ലേഡീസിന്റെ ഫസ്റ്റ് പ്ലേസ് വിന്നർ ഗ്ലാഡിയേറ്റേഴ്സും സെക്കൻഡ് പ്ലേസ് വിന്നർ ടീം കനേഡിയൻ ലയൺസും, മെൻസിന്റെ ഫസ്റ്റ് പ്ലേസ് വിന്നർ ടീം ട്രിവാൻഡ്രം ക്ലബും, സെക്കൻഡ് പ്ലേസ് വിന്നർ നമ്മുടെ സ്വന്തം നോർത്തേൺ സ്ട്രൈക്കേഴ്സ്. ഒരുപാട് നേരത്തെ ആർഗ്യുമെന്റ്സിനും കോൺട്രവേഴ്സിക്കൊക്കെ ശേഷമായിരുന്നു നമ്മുടെ അന്തിമഘട്ട വിധി പ്രഖ്യാപനം. പിന്നെ സ്പോർട്സ് ആവുമ്പോൾ, പ്രത്യേകിച്ചും വള്ളംകളി വടംവലി മത്സരമൊക്കെ ആകുമ്പോഴത്തേക്കും ചെറിയൊരു അടിയില്ലാതെ ആ റിസൾട്ടിനൊരു കുഴപ്പമുണ്ടാവാറില്ല. അത് സർവ്വസാധാരണം. പക്ഷേ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടിട്ടാണ്, ക്ഷമിക്കണം. ഇവിടുത്തെ ഒരു യൂട്യൂബ് ബ്ലോഗറാണ്, ആ ചാനലിന്റെ പേര് കക്കാശ്ശേരി. അവരുടെ ടീമും ഈ ബോട്ട് റേസിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഡ്രോൺ വീഡിയോ ആയിട്ട് വന്നിട്ട് ഈ ചേട്ടൻ പറയുകയുണ്ടായി, ഈ റൈറ്റിൽ നിന്ന് ലാസ്റ്റ് കാണുന്ന ബോട്ടാണ് അവരുടെ ടീമിൻ്റെത്. അത് സെക്കൻഡ് പൊസിഷനിൽ എത്തിയെന്നാണ് ചേട്ടൻ വീഡിയോയിലൂടെ സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഏത് ആംഗിളിലൂടെ നോക്കിയിട്ടുണ്ടെങ്കിലും വളരെ ക്ലിയർ ആൻഡ് എവിഡന്റ് ആയിട്ട് ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. റൈറ്റിൽ നിന്ന് ഫസ്റ്റ് ആൻഡ് തേർഡ് പൊസിഷനിൽ നിൽക്കുന്ന 2 ബോട്ടാണ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പൊസിഷൻസിൽ എത്തിയിരിക്കുന്നത് എന്നുള്ളത്. പിന്നെ ചേട്ടൻ എങ്ങനെയാണ് ലാസ്റ്റിൽ നിൽക്കുന്ന അവരുടെ ബോട്ട് സെക്കൻഡ് പൊസിഷനിൽ എത്തിയെന്ന് തോന്നിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ചേട്ടൻ്റെ നോട്ടം അത്ര ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ചേട്ടനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അടുത്ത വർഷം ഓഗസ്റ്റ് 19-ാം തീയതി നമ്മുടെ വള്ളംകളി മത്സരം ഇനിയും നടക്കുന്നുണ്ട്. അന്നെങ്കിലും നല്ല കണ്ണുകളോടുകൂടി വന്ന് നല്ലൊരു വിധി പ്രഖ്യാപനം ചേട്ടൻ നടത്തണമെന്ന് വിനീത കുനീതയായി ഞാൻ അഭ്യർത്ഥിച്ചു കൊള്ളുന്നു. അപ്പൊ നമ്മുടെ ബോട്ട് റേസ് കഴിഞ്ഞു. നമ്മുടെ നോർത്തേൺ സ്ട്രൈക്കേഴ്സിന്റെ ജെൻസ് ടീം സെക്കൻഡ് പ്രൈസിലാണ്.